നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നാരായണീയം. മേൽപ്പറത്തു നാരായണ ഭട്ടപാദൻ്റെ നാരായണീയത്തിലെ വിരാട് പുരുഷോൽപത്തി എന്ന 5ാം ദശകത്തിലെ 2ാമത്തെ ശ്ലോകമാകുന്നു നാം ചർച്ച ചെയ്യുന്നത്. വിരാട് രൂപത്തിൻ്റെ ഉൽപ്പത്തിയാണ് ഈ ദശകത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമെന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. വേദാന്ത തത്വവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ ദശകത്തിലെ 10 ശ്ലോകങ്ങളും എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. വളരെ ദുർഗാഹ്യങ്ങളായ ശ്ലോകങ്ങളാണിത്. പെട്ടെന്ന് മനസ്സിലാക്കുവാനുള്ള പരിമിതി ഉണ്ട് ഈ ശ്ലോകങ്ങൾക്ക് എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. ആദ്യം ശ്ലോകം ചൊല്ലാം, പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. കാലകർമ്മഗുണാശ്ച ജീവനിവഹാഃ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയുഃ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. കാലഃ കർമ്മ ഗുണാഃ ച ജീവനിവഹാഃ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിം യേയുഷി ത്വയി തദാ നിർലീനതാം ആയയുഃ തേഷാം ന ഏവ വദന്തി അസത്വം അയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. ഹേ വിഭോ തഥാ കാലഃ കർമ്മ ഗുണാഃ ച ജീവനിവഹാഃ കാര്യം വിശ്വം ച ചില്ലീലാരതിം യേയുഷി ത്വയി നിർലീനതാം ആയയുഃ ഐ ഭോഃ ശക്ത്യാത്മനാ തിഷ്ഠതാം തേഷാം അസത്വം ന ഏവ വദന്തി നോ ചേത് ഗഗനപ്രസൂനസദൃശാം തേഷാം ഭൂയഃ സംഭവഃ കിം ഭവേത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം നമുക്ക് മനസ്സിലാക്കാം. അല്ലയോ സർവവ്യാപിയായ ഗുരുവായൂരപ്പ, ആ പ്രളയകാലത്ത് സുകൃതമോ ദുഷ്കൃതമോ ആയ കാലവും കർമ്മവും സത്വരജസ്തമസ്സാകുന്ന ഗുണങ്ങളും ജീവികളുടെ സമൂഹവും മായാകാര്യമായ പ്രപഞ്ചവും ചില്ലീലയിൽ താൽപ്പര്യത്തെ പ്രകടിപ്പിച്ചവനായ അങ്ങയിൽ നിശേഷം ലയിച്ചു കിടക്കുക എന്ന അവസ്ഥയെ പ്രാപിച്ചു. കാലം മുതലായവയ്ക്ക് ശക്തികളായിട്ട് വർദ്ധിച്ചിരുന്ന അവയ്ക്ക് അസത്വം തീരെ ഇല്ലായ്മ പറയുന്നില്ല. എങ്കിലും അസത്വം ഉണ്ടെങ്കിൽ ആകാശതുല്യ കുസുമങ്ങളായ അവയ്ക്ക് ഉൽപ്പത്തി ഉണ്ടാകുമോ? ഇതാകുന്നു ഈ ശ്ലോകത്തിൻ്റെ പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.